അപ്പോൾ ഇന്നത്തെ ശാസ്ത്ര ക്വിസ് വീഡിയോയിലേക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മെർക്കുറി. മെർക്കുറി എന്ന ലോഹത്തെയാണ് ക്വിക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം മോണ. മോണയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പയോറിയ. അടുത്ത ചോദ്യത്തിലേക്ക്. കാറ്റിൻ്റെ വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഈ ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഈ ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് അനിമോമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം കെപ്ലർ. ജോഹന്നാസ് കെപ്ലർ എന്ന ശാസ്ത്രജ്ഞനാണ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം O ഗ്രൂപ്പ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് O ഗ്രൂപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ആൾട്ടിമീറ്റർ. വിമാനങ്ങളിൽ ഉയരം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ആൾട്ടിമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്താണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്താണ്? ഉത്തരം ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഓർണിത്തോളജി. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ടിന് തുല്യമാണ്? ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ടിന് തുല്യമാണ്? ഉത്തരം 746 വാട്ട്സ്. ഒരു ഹോഴ്സ് പവർ എന്നത് 746 വാട്ട്സിന് തുല്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ശുക്രൻ അഥവാ വീനസ്. ശുക്രൻ അല്ലെങ്കിൽ വീനസ് എന്ന ഗ്രഹമാണ് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളെ പറയുന്ന പേര് എന്താണ്? ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്യുമുലസ്. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് ക്യുമുലസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ. റോബർട്ട് ഓപ്പൺ ഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ടൈഫോയിഡ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ടൈഫോയിഡ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കുടൽ. കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. അടുത്ത ചോദ്യത്തിലേക്ക്. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് എന്താണ്?
മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് എന്താണ്? ഉത്തരം പെഡോളജി. മണ്ണിനെ പറ്റിയുള്ള പഠനത്തെ പറയുന്ന പേരാണ് പെഡോളജി. അടുത്ത ചോദ്യത്തിലേക്ക്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത് എത്ര ക്യാരറ്റ് ആണ്? ഉത്തരം 24 ക്യാരറ്റ്. 24 ക്യാരറ്റ് സ്വർണത്തെയാണ് ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ഉത്തരം ജിറാഫ്. ജിറാഫാണ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യത്തിലേക്ക്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയെ പറയുന്ന പേര് എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയെ പറയുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. അടുത്ത ചോദ്യത്തിലേക്ക്. പൂർണ്ണമായും മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പൂർണ്ണമായും മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. അടുത്ത ചോദ്യത്തിലേക്ക്. ബാക്ടീരിയയെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ബാക്ടീരിയയെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലീവൻ ഹൂക്ക്. ആന്റോൺ വാൻ ലീവൻ ഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ബാക്ടീരിയയെ ആദ്യമായി കണ്ടെത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവിന്റെ പേര് എന്താണ്? എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവിന്റെ പേര് എന്താണ്? ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവിന്റെ പേരാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞനാണ് വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്. രാമാനുജൻ സംഖ്യ എത്രയാണ്? രാമാനുജൻ സംഖ്യ എത്രയാണ്? ഉത്തരം 1729. 1729 എന്ന സംഖ്യയാണ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്. മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേര് എന്താണ്? മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേര് എന്താണ്? ഉത്തരം നെഫോളജി. മേഘങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേരാണ് നെഫോളജി. അടുത്ത ചോദ്യത്തിലേക്ക്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്. ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ഉത്തരം ഫോമിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് ഫോമിക് ആസിഡ്.
അടുത്ത ചോദ്യത്തിലേക്ക്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയെയാണ് ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഉത്തരം പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം IRS-1A. IRS-1A എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്ര ക്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ ക്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.